പിതൃസ്മരണയിൽ വാവുബലി ചടങ്ങുകൾ നടന്നു. കർക്കിടക മാസത്തിലെ കറുത്ത വാവുദിനത്തിൽ പിതൃമോക്ഷത്തിനായി ആയിരങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വാവുബലി ചടങ്ങുകൾ നടന്നു. പിതൃതർപ്പണത്തിന് ഏറെ പ്രസിദ്ധമായ ആലുവ, മണപ്പുറം, തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം, ശംഖുമുഖം, വർക്കല, പാപനാശം തുടങ്ങിയ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വാവുബലി ചടങ്ങുകൾ നടന്നു. അതിരാവിലെ മുതൽക്ക് തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. സിന്ധു, കാവേരി, ജലേസ്മിൻ, സാന്നിധ്യം ഗുരു, ആകാശഗംഗ കൊണ്ടും സപ്തതീർത്ഥം കൊണ്ടും മാനസ സങ്കല്പ പിതൃതീർത്ഥം കൽപ്പയാമി. ഇനി കിണ്ടി നമ്മുടെ മുഖത്തോട്ട് മുകളിലോട്ട് ഉയർത്തി താഴോട്ട് വയ്ക്കുക. കിണ്ടിയുടെ വാലിൽ നിന്ന് 3 പ്രാവശ്യം. മുട്ടയ്ക്കാട് ശ്രീ കുന്നിയോട് കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കടവിൻമൂല കായൽക്കരയിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ആയിരങ്ങളാണ് ഇവിടെ പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തിയത്. ബാഹുബലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുട്ടയ്ക്കാട് ശ്രീ കുന്നിയോട് കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം സഹകരണത്തോടു കൂടിയിട്ട് മുട്ടയ്ക്കാട് കടവുമൂല കായൽക്കരയിൽ വെച്ച് വർഷം തോറും നടത്തി വരാറുള്ള ബാഹുബലി ആഘോഷം വളരെ ഭംഗിയായ രീതിയിൽ ഇപ്രാവശ്യവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആഘോഷത്തിന് എല്ലാവിധ സഹായങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ വർഷത്തെ പോലെ ഈ വർഷം നമ്മുടെ കർക്കിടകവും ദീനിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രായമായവരും പ്രായം കുറഞ്ഞവരുൾപ്പെടെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വളരെ അപകട സാധ്യത വളരെ കുറവാണ്. കാരണം ക്ഷേത്ര കമ്മിറ്റി തന്നെ മുൻകൂട്ടി അതിനു വേണ്ടിയുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതായത് ആ കാണുന്ന ആ ബോർഡറിനപ്പുറം ആർക്കും അങ്ങോട്ടാരും പോയി ബലിയിടുന്നില്ല, ബലിയിട്ട് തർപ്പിക്കുന്നില്ല. ഇവിടെ ഈ കാണുന്ന ഇത്ര ഏരിയ മാത്രമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് അപകട സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റി അതിനുവേണ്ടി മുൻകൂട്ടി തന്നെ ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജോലി വളരെ എളുപ്പമാണ്. പിന്നെ നിലവിലെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളെ പോലെ ഇവിടെ പടിയല്ല എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ വഴുക്കി വീഴാനുള്ള സാധ്യത ഒത്തിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് സിവിൽ ഡിഫൻസും പോലീസിലെ ഉദ്യോഗസ്ഥരും ബാക്കി അപ്പോൾ എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ എല്ലാ വിഭാഗക്കാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ വർഷത്തെ ഈ ബലി തർപ്പണത്തിന് എല്ലാവിധ സഹകരണം എല്ലാവരുടെയും ഉണ്ടായിരുന്നു. വിഴിഞ്ഞം പൂവാർ ചിദംബരനാഥ് ക്ഷേത്ര സമിതിയുടെയും വിഴിഞ്ഞം പോലീസിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ BJP സെൻട്രൽ ഏരിയസ് കമ്മിറ്റിയുടെ സമീപം കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. 100 കണക്കിന് ആളുകൾ ഇവിടെയെത്തി ബലിതർപ്പണം നടത്തി. गंगाय नमः। ओम गंगेजा
യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി നൂറുകണക്കിന് ആളുകൾ സന്നിധിൻ കുരു പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി. സപ്താതീർത്ഥങ്ങൾ കൊണ്ടും മാനസ സങ്കല്പ പിതൃതീർത്ഥം ആവാഹയാമി. കൈയെടുത്ത ശേഷം 3 പ്രാവശ്യം ജലം വലത് കൈയിലെടുത്ത് കിണ്ടിക്കകത്തേക്ക് ഒഴിക്കുക. 3 പ്രാവശ്യം കിണ്ടിക്കകത്തേക്ക് ഒഴിക്കുക. വീണ്ടും ഇരുകൈകളും ചേർത്ത് അടച്ചു പിടിക്കുക. തലയ്ക്ക് മുകളിൽ 3 പ്രാവശ്യം താഴേക്ക് വെക്കുക. പിതൃതീർത്ഥം കൽപ്പയാമി. ഇനി അല്പം ജലമെടുത്ത് നമ്മുടെ വലത് ഭാഗത്തിരിക്കുന്ന ഇലയിൽ താളിച്ച് 1 വൃത്തത്തിൽ 1 മെഴുകുക.